Ferromagnetism. Some substances retain their magnetization even after the external magnetic field has been removed, called ferromagnetism. Ferromagnetism is the basic mechanism of permanent magnets. Permanent magnets made of iron are the most familiar example. In a ferromagnetic material, the neighboring dipoles align in the same direction and form a small region called domains. But the domains are randomly oriented, their magnetic fields cancels. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഓരോ ചെറിയ റീജിയനുകളിൽ ഡൈപോളുകൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്തിട്ടുണ്ടാവും. മറ്റ് ഒരു റീജിയനിൽ ഡൈപോളുകൾ മറ്റൊരു ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ചെറിയ ഭാഗത്തെ ചെറിയ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് കുറച്ച് ഡൈപോളുകൾ മറ്റൊരു ഡൊമൈനായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഡൊമൈനുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ ഡൊമൈനകത്തും ഡൈപോളുകൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഡൊമൈനുകൾ ഒരു ഡൊമൈൻ മറ്റൊരു ഡൊമൈനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അലൈൻമെന്റ് റാൻഡം ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇത് ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിലുള്ള കേസാണ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരു കേസാണിത്. ഇനി നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നു. When an external field is applied, domain parallel to the field grow and the others shrink. ഇനിഷ്യലി നമ്മൾ പറഞ്ഞു ഡൈപോളുകൾ അല്ലെങ്കിൽ ഡൊമൈനുകൾ റാൻഡം ആയിട്ടാണ് ഓറിയന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തത്. കുറച്ച് മാഗ്നറ്റിക് ഡൈപോളുകൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. കുറച്ച് മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഓറിയന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. കുറച്ച് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും കിടക്കുന്നുണ്ടാകും. സോ പല ഡയറക്ഷനിലോട്ടായിരിക്കും ഇങ്ങനെ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇറ്റ് ഈസ് ആൾറെഡി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിന് ആൾമോസ്റ്റ് പാരലൽ ആയിട്ടുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് അലൈൻ ചെയ്യപ്പെടും. അത്രത്തോളം പാരലൽ അല്ലാത്തത് കുറച്ചുകൂടി മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെടും. ഇങ്ങനെ അലൈൻ ചെയ്യപ്പെടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള ഡൈപോളുകളുടെ എണ്ണം കൂടും. അഥവാ മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടുള്ള ഡൊമൈനുകളുടെ സൈസ് ഗ്രോ ചെയ്യുകയും മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ അല്ലാത്ത കുറഞ്ഞു വരികയും ചെയ്യും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിനനുസരിച്ച്. If the field is strong enough, all domain become parallel to the field and act as a single domain. The material is said to be saturated. ഇനി ഫീൽഡ് വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഡൊമൈനുകളും മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ട് അലൈൻ ചെയ്യപ്പെടും. Now we can consider it as a single domain. എല്ലാ മാഗ്നറ്റിക് ഡൈപോളുകളും എല്ലാ ഡൊമൈനുകളും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഇനി കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാനില്ല. That means the material is said to be saturated. This process is not completely reversible. എല്ലാ ഡൊമൈനുകളും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പഴയ റാൻഡം ഓറിയന്റേഷനിലോട്ട് ഇത് തിരിച്ചു പോവില്ല. സോ നമുക്കിതിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. That means thus it become a permanent magnet. ഒരു പാരാമാഗ്നറ്റിന്റെ കേസിൽ നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ റാൻഡം ഓറിയന്റേഷനിലോട്ട് തന്നെ തിരിച്ചു പോകും. പക്ഷെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റാൻഡം ഓറിയന്റേഷൻ തിരിച്ചു പോകില്ല. അവിടെ കുറച്ച് മാഗ്നറ്റൈസേഷൻ ബാക്കിയായിരിക്കും, കുറച്ച് അലൈൻമെന്റ് ബാക്കിയായിരിക്കും. Thus it become a permanent magnet. Effect of high temperature. ഇങ്ങനെ അലൈൻ ചെയ്യപ്പെട്ട മെറ്റീരിയലിൽ നമ്മൾ കുറച്ച് ഹയർ ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? At a very high temperature, the material undergoes transition from ferromagnetic to paramagnetic phase. The critical temperature above which the ferromagnetic material become paramagnetic is called Curie temperature or Curie point. നമ്മൾ ഒരു ഉയർന്ന ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അറൌണ്ട് 700 ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ ആ രീതിയിലുള്ള ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഡൈപോളിന് അലൈൻമെന്റ് നഷ്ടപ്പെടുകയും അത് ഫെറോമാഗ്നറ്റിക്കിൽ നിന്ന് പാരാമാഗ്നറ്റിക്കിലോട്ട് മെറ്റീരിയൽ മാറുകയും ചെയ്യും. അതൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് ഇത് സംഭവിക്കുക. ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് ഒരു മെറ്റീരിയലിന് ഒരു 700 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറിലാണ് അത് സംഭവിക്കുക. ഇതിപ്പോൾ നമ്മൾ ബോയിലിംഗ് പോയിന്റിനെ പറ്റി പറയുന്ന പോലെ തന്നെ വാട്ടറിന് ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ്. അത് 78 ഡിഗ്രി സെൽഷ്യസിൽ അവിടെ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നില്ല. വാട്ടർ വേപ്പറായിട്ട് മാറുന്ന 100 ഡിഗ്രി സെൽഷ്യസിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചറിലാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുക.
ആ ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് Curie point or Curie temperature. These abrupt changes in properties of a substance occurring at a sharply defined temperature are known as phase transition. Hysteresis loop. Hysteresis is the lagging of magnetization behind applied magnetic field. Hysteresis എന്ന് പറയുന്ന വേർഡിന് it has no relation with history, it has no relation with hysteria. Hysteresis എന്ന് പറയുന്നതിന് മീനിങ് ലാഗിങ് ബിഹൈൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാഗിങ് ഓഫ് മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാം, ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡൈപോളുകളൊക്കെ ഡൊമൈനുകളൊക്കെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. ആ പ്രോസസ്സ് കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ അല്ല. നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സിറ്റുവേഷനിലോട്ട് ആ മെറ്റീരിയൽ തിരിച്ചു പോവില്ല, അല്ലെങ്കിൽ കുറച്ച് മാഗ്നറ്റൈസേഷൻ അവിടെ ബാക്കിയായിരിക്കും. ഇതിനാണ് നമ്മൾ ഹിസ്റ്റീരിസിസ് എന്ന് പറയുന്നത്. ഹിസ്റ്റീരിസിസ് ലൂപ്പിന്റെ ഒരു ഡയഗ്രാമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. A closed loop that represents the variation of magnetization M against applied field H is called hysteresis loop. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, ബി എന്ന് പറയുന്നത് സ്മോൾ ബി എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദെൻ സ്മോൾ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. സ്മോൾ സിയിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ഡി ഇസ് ദർ. പിന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ സ്മോൾ ഇ, ദെൻ സ്മോൾ എഫ്, സ്മോൾ ജി, നമ്മൾ തിരിച്ചും സ്മോൾ ബിയിലോട്ട് തന്നെ എത്തും. നമ്മൾ ഈ ഗ്രാഫ് നോക്കുക. ഇനീഷ്യലി നമ്മൾ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്, എച്ച് അപ്ലൈ ചെയ്യാണ്, അതിനനുസരിച്ച് എം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ള, സ്മോൾ എയിൽ നിന്ന് സ്മോൾ ബിയിലോട്ടുള്ള ഈ കർവ് കാണും. മാഗ്നറ്റിക് ഫീൽഡ് എച്ച് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റൈസേഷൻ എം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ചെയ്ത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തി. സ്മോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ മാഗ്നറ്റിക് ഡൈപോളുകളും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലൂടെ അലൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കൂടുതലായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തതുകൊണ്ട് പുതിയ അലൈൻമെന്റ് അവിടെ ഉണ്ടാകുകയില്ല. അതിന് ആ ഒരു പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേഷൻ മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എച്ച് നമുക്ക് റിഡ്യൂസ് ചെയ്യാം. എച്ച് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷനും റിഡ്യൂസ് ആവും. പക്ഷെ നമ്മൾ നേരത്തെ എയിൽ നിന്ന് ബിയിലോട്ട് പോയത് നേരെ തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് അതേ കർവ് തിരിച്ചു വരില്ല, പകരം മറ്റൊരു പാത്തിലൂടെയാണ് അത് വരിക. ദാറ്റ് വിൽ ബി ബി ടു സി. അഥവാ എയിൽ നിന്ന് ബിയിലോട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തപ്പോൾ സംഭവിച്ച മാഗ്നറ്റൈസേഷന്റെ അതേ തോതിൽ മാഗ്നറ്റിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടുകയില്ല. എച്ച് സീറോ ആയാലും എം സീറോ ആവില്ല, കുറച്ച് എം ബാലൻസ് ഉണ്ടാവും, കുറച്ച് എം മാഗ്നറ്റൈസേഷൻ കുറച്ച് ബാക്കിയുണ്ടാവും. ഇനി നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഓർ റെമണൻസ്. ഇനി നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. എച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്നതോടുകൂടി എന്താവും, എം സീറോ ആവും. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഴ്സിവിറ്റി. ഇനിയും റിവേഴ്സ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ എത്തും. റിവേഴ്സ് ഡയറക്ഷനിൽ എല്ലാ മാഗ്നറ്റിക് ഡൈപോളുകളും അലൈൻ ചെയ്യപ്പെടും, അഥവാ ഇതിന്റെ മാക്സിമം സാച്ചുറേഷനിൽ ഇവിടെ എത്തും. ഇനി റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന മാഗ്നറ്റൈസേഷൻ കുറഞ്ഞിട്ട് ഇ എഫ് എന്ന് പറയുന്ന പാത്തിലാണ് അത് മൂവ് ചെയ്യുക. എഫ് എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നതോടുകൂടി എച്ച് വിൽ ബി സീറോ ആൻഡ് മാഗ്നറ്റൈസേഷൻ സീറോ ആവില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യുക, എച്ച് ഇൻക്രീസ് ചെയ്യുക. എച്ച് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റൈസേഷൻ റെഡ്യൂസ് ചെയ്ത് വരും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ജി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ മാഗ്നറ്റൈസേഷൻ വിൽ ബി സീറോ. ഇവിടെയുള്ള എച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഴ്സിവിറ്റി. ഇനിയും നമ്മൾ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റൈസേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ആൻഡ് വിൽ റീച്ച് ദ പോയിന്റ് പി. ഇപ്പോൾ നമുക്കൊരു ലൂപ്പ് കിട്ടി, ബി സി ഡി ഇ എഫ് ജി പി. ഈ ലൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റീരിസിസ് ലൂപ്പ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പാത്ത് എ ബി റെപ്രസെന്റ്സ് ഇൻക്രീസ് ഇൻ എം വിത്ത് ഇൻക്രീസ് ഓഫ് എച്ച്. എം ഗെറ്റ്സ് സാച്ചുറേറ്റഡ് അറ്റ് ബി, it won't increase further. As H decreases, M traces a different path BC. At C, H equal to 0, but M is not 0. The value of M retained at H equal to 0 is called retentivity or remanence. Now, if H increased in negative direction, M becomes 0 at D. The value of negative magnetic field at M equal to 0 is called coercivity. Further increase in H in negative direction leads to the saturation magnetization E. Then increase H once again in positive direction to the saturation point at B through a path EFGB. The path BCDEFGB is called hysteresis loop.
നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഇതിൻ്റെ ഒരു ഡയഗ്രാം തന്നെയാണ്. ഈ പോയിന്റാണ് റെമണൻസ് എന്ന് പറയുന്നത്, ഈ പോയിന്റാണ് കോഹസിവിറ്റി എന്ന് പറയുന്നത്. സാച്ചുറേഷൻ മാഗ്നെറ്റൈസേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. സിമിലർ ലൂപ്പ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബിറ്റ്വീൻ M and current I as H is proportional to I. നേരത്തെ ലൂപ്പിൽ ഇവിടെ H ആയിരുന്നു, Hന് പകരം കറണ്ട് Iയും റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് അതേ ലൂപ്പ് വരയ്ക്കാവുന്നതാണ്. Also, similar loop can be obtained between B and H as B equal to mu 0 into H plus M. B equal to mu 0 into H plus M എന്ന് എഴുതാവുന്നത് കൊണ്ട് ബിയും എച്ചും ഉപയോഗിച്ചും നമുക്ക് ഈ ലൂപ്പ് വരയ്ക്കാൻ സാധിക്കും. ബാക്കി പാരാമീറ്റേഴ്സ് ഒക്കെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പാരാമീറ്റേഴ്സ് തന്നെയാണ്. Hysteresis loss. The energy spent for magnetization of a material is not fully recovered during the process of demagnetization. That is, there is always a loss in energy during the complete cycle of magnetization. Hysteresis loss is the energy lost during one cycle of magnetization and is equal to the area of hysteresis loop. നമ്മൾ ഇപ്പോൾ മാഗ്നറ്റൈസേഷനെ കുറിച്ച് മനസ്സിലാക്കി, മാഗ്നറ്റൈസേഷൻ ഡിമാഗ്നറ്റൈസേഷൻ ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ മാഗ്നറ്റൈസേഷനിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എനർജി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിമാഗ്നറ്റൈസേഷനിൽ റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ ഒരു എനർജി ലോസ് ഉണ്ട്. സോ ദിസ് എനർജി ലോസ് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലോസ്. ആൻഡ് മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ഹിസ്റ്റെറിസിസ് ലൂപ്പ്.